विश्वाभूतानि कृपास्यामृतम्
तानि धर्माणि प्रथमान्यासन् देहनागं महिमान सचन्देः यत्र पूर्वे साध्याः सन्ति देवाः ആദ്യം ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभाशिष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. ഈശ്വര പ്രാർത്ഥന. കുമാരി അശ്വനി, കുമാരി നിവേദ്യ കൃഷ്ണകുമാർ. നന്മയാകുന്ന കാണ്ടി കാണുവാൻ കണ്ണിനദീനമേ നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാഹീനമേ സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിലിനയാകണേ സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ ജീവജാലങ്ങളാകിയും ജന്മബന്ധുവായിടണേ ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ ലോകമൊന്നിന്ന് ആഴമെന്നുമിൻ മനസ്സിലെഴുതേണമേ स्वस्ति न पूषा विश्ववेदाः स्वस्ति न
സ്വാഗത ഭാഷണം ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ. അതിൻ്റെ ഭാഗമായിട്ട് സാന്ദീപിനി സാധനാലയം തയ്യാറെടുക്കുന്ന മുത്തശ്ശൻ വീടിൻ്റെ ഒരു തുടക്കൽ കുറിക്കൽ എന്ന് മാത്രമാണ് ഇന്നത്തെ ഈ ദിവസം. ബഹുമാനപ്പെട്ട വെസ്റ്റ് ബംഗാൾ ഗവർണർ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുവാനും അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റു മഹത്തായ വ്യക്തികൾ, നമ്മുടെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. കാരണം ദീർഘമായ സമയമെടുക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ നിന്നും ഒട്ടനവധി പ്രോഗ്രാമുകൾ കഴിഞ്ഞ് അദ്ദേഹത്തിന് തിരിച്ചു പോകാനുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ആദ്യമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട വെസ്റ്റ് ബംഗാൾ ഗവർണർ അവർകളെ സാന്ദീപിനി സാധനാലയത്തിൻ്റെ പേരിലും ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ പേരിലും ഇവിടെ ഈ മുത്തശ്ശൻ വീടിൻ്റെ തറക്കല്ലിട്ട് അതിൻ്റെ പ്രകാശനം ചെയ്യാൻ സാധിച്ചതിന് മഹാഭാഗ്യമായി കരുതിക്കൊണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ എല്ലാ പരിപാടികൾക്കും അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നേരിട്ട് അറിയുന്ന സംപൂജ്യ സ്വാമി ദേവാനന്ദപുരി മഹാരാജ്, ചിദാനന്ദ സ്വാമിജികളുടെ ശിഷ്യ പരമ്പരയിൽ വരുന്ന ദേവാനന്ദപുരി മഹാരാജിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പാലക്കാട് ഏരിയ കമ്മിറ്റി മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഏരിയ കമ്മിറ്റി ചെയർമാൻ ദണ്ഡമാണി സാർ അവർകളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പാലക്കാട് വിഭാഗ് സംഘചാലക് VK സോമസുന്ദരൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ആധ്യാത്മിക പ്രവർത്തനങ്ങളും ആധ്യാത്മിക വിഷയങ്ങൾ ആധികാരികമായി പഠിച്ചു പറയുന്ന ശരത് A. ഹരിദാസ് അവർകളെ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് സാന്ദീപിനി സാധനാലയം തുടക്കം മുതൽ ഇന്ന് വരെയും ഇതിൻ്റെ ട്രസ്റ്റി ബോർഡ് അംഗമായി നിന്നുകൊണ്ടും ഈ നാട്ടിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും മുൻകൈ വയ്ക്കുന്ന സുന്ദരൻ അവർകളെ സ്വാഗതം ചെയ്യുന്നു. സാന്ദീപിനി സാധനാലയത്തിൻ്റെ പ്രവർത്തനമാണ് പൈതൃക ജില്ല എന്നുള്ള പ്രവർത്തനം. അതിൻ്റെ ഭാഗമായിട്ട് 8:30 യോഗം എന്ന് പറയുന്ന ഒരു മഹാസംഘടന രൂപീകരിച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ ചെയർമാനായിക്കൊണ്ട് പിന്നെ ജന്മഭൂമിയുടെ ഇവിടുത്തെ റിപ്പോർട്ടറായുള്ള പത്മഗിരീഷ് അവർകളെയും സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും ഇവിടെ വന്നിരിക്കുന്ന മഹത്തായ ഒട്ടനവധി ആൾക്കാരുണ്ട്. ഇവിടുത്തെ വാർഡ് മെമ്പേഴ്സ് മുതൽ ഈ പഞ്ചായത്തിലെ മാത്തൂർ പഞ്ചായത്തിലെ വിവിധ വാർഡ് മെമ്പേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ധനലക്ഷ്മി ബാങ്കിൻ്റെയും സേവാഭാരതിയുടെയും അതേപോലെ ധനലക്ഷ്മി ബാങ്കിൻ്റെയും റീജിയണൽ ഓഫീസർ മുതൽ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമുക്ക് പാലക്കാടിൻ്റെ ആയുർവേദത്തിൻ്റെ അഭിമാനമായ രവീന്ദ്രൻ ഡോക്ടർ അവർകൾ, ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ശശിധരൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി മഹത്തായ വ്യക്തികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ടും പാലക്കാടിൻ്റെ ടോപ്പിനും രാജോട്ടൻ മുതൽ എല്ലാവരെയും കുമാരേട്ടനും എല്ലാവരെയും സ്വാഗതം ചെയ്ത് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര അഞ്ചുമൂർത്തിയിലെ ഭഗവാന്മാരെ അനുഗ്രഹിക്കണം. ബഹുമാനപ്പെട്ട വെസ്റ്റ് ബംഗാൾ ഗവർണർ, എത്രയും പ്രിയപ്പെട്ട അനന്തബോസ് സർ, അതേപോലെ തന്നെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഈ സദസ്സിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് പറയാനുള്ളത് പറയാം. 10-20-25 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന കാലത്താണ് ഞാൻ ആദ്യം ഇവിടെ വരുന്നത്. ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ തകർന്നു പോയി തലയേറ്റ് കിടക്കുന്ന വിഗ്രഹങ്ങളെ കുഴിച്ചെടുക്കുന്നതിന് ഞാൻ സാക്ഷിയാണ്. കൽപ്പാത്തി ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ 7 പേരാണ് ഇവിടെ വന്നിട്ട് ആദ്യം ഈ കാട് വെട്ടി തെളിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നത്. രാജലിംഗ ഗുരുക്കളെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു, കൽപ്പാത്തിയിലെ പ്രസിദ്ധനായിരുന്ന ആ മഹാത്മാവിനെ. അതിനുശേഷം ശ്യാമിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രസ്ഥാനം ഇവിടെ ഉയർന്നു വരുന്നത്. അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. നാട്ടിൽ ഞാൻ അധികം ഇല്ലെങ്കിലും പ്രവാസ ജീവിതത്തിൻ്റെ ഇടയിലാണെങ്കിലും വരുമ്പോഴൊക്കെ ഇവിടെ ഇത് ഉയർന്നു വരുന്നത് കണ്ടു. പാലക്കാട് പൈതൃക ജില്ലയാക്കി മാറ്റുന്നതിൻ്റെ ബീജാപാപം നടക്കുന്നതിന് ഞാൻ സാക്ഷിയായി. ഇവിടെ ഈ 5 കൊടിമരങ്ങൾ ഉണ്ടായിരുന്ന 5
ക്ഷേത്രങ്ങൾ നിൽക്കുന്ന ഈ ഭൂമി തിരുനാവായയ്ക്ക് തുല്യം. ഭാരതപ്പുഴ ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ വളഞ്ഞാണ് പോകുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, തിരുനാവായ കാണുന്ന അതേ പ്രത്യേകതയാണ് സ്ഥലമഹാത്മ്യം ഈ സ്ഥലത്തിന്. അത്രയും മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് ഇപ്പോൾ ശിവദം എന്ന പേരിൽ തൻ്റെ ഗുരുനാഥൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ശ്യാം ഒരു വൃദ്ധസദനം പണി കഴിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിൽ ഏറ്റവും അധികം സന്തോഷം. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട ഗവർണർ ആനന്ദബോസ് സാറ് ഞാനും തമ്മിൽ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നതെങ്കിലും 2010 തൊട്ടിട്ട് ഒരു 17 വരെയുള്ള കാലത്ത് പല സമയത്തായിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും, പ്രത്യേകിച്ച് ആ 15, 16, 17 കാലത്ത് അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നാഷണൽ മോണുമെൻറ്റ്സിൻ്റെ അഡ്വൈസറായിരിക്കുന്ന സമയത്ത് മഹാകവി വള്ളത്തോളിൻ്റെ ജന്മദിനത്തിനെ നാഷണൽ കഥകളി ഡേ ആയിട്ട് പ്രഖ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഞങ്ങളെ ഒരുപാട് സഹായിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തതാണ്. സാറെ എന്നും സാറുടെ ഗ്രന്ഥങ്ങളിൽ കൂടിയും സാറുടെ പ്രവർത്തനങ്ങളിൽ കൂടിയും വ്യക്തിപരമായിട്ട് എനിക്കെന്നും സാറൊരു വലിയൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രോട്ടോക്കോളുകളുടെ നടുക്കാണ് സാറെ കാണണമെങ്കിലും സാറ് നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ ഒരു മഹത്വം എത്രയാണെന്നൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നേരത്തെ സാറ് വരുന്നതിന് മുമ്പ് അവിടെ ആങ്കർ എവിത വായിച്ചത് അതിലെ ഒരു ചെറിയ ഘടകം മാത്രമാണ്. കാരണം ഇന്ന് ഇങ്ങനൊരു സ്ഥാപനത്തിന് തറക്കല്ലിടുമ്പോൾ അത്രയും, നമ്മൾ പാലക്കാട് ഭാഷയിൽ പറയും കൈരാശിയുള്ള കയ്യെന്ന് പറയും, അത്രയും പുണ്യമുള്ളൊരു കൈയാണ്. കാരണം ഹീസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ അത്രയും മികച്ച സ്ഥാപനങ്ങളാണ്. ഇപ്പം നേരത്തെ നിർമ്മിതി കേന്ദ്രയും ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലൊക്കെ പറഞ്ഞെങ്കിലും ഭാരതത്തിലെ തന്നെ പല മികച്ച സ്ഥാപനങ്ങളും അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലും അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളതും അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കിയിട്ടുള്ളതും അത് നമുക്കൊന്നും ഒരു പുരുഷായുസിൽ സങ്കല്പിക്കാൻ പറ്റാത്തൊരു പോർട്ട്ഫോളിയോൻ്റെ ഉടമയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ശിവദത്തിൻ്റെ ആദ്യ കല്ല് ഇട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനകരവും ഏറ്റവും ഐശ്വര്യമുള്ളൊരു കാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളണം. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം അദ്ദേഹത്തിന് ഫ്ലാറ്റ് അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിലൊന്നും ഒതുങ്ങില്ല. ആൻഡ് ദ കൈൻഡ് ഓഫ് ബുക്സ് ഹി ഹാവ് റിട്ടൺ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അനവധി ഭാഷകളിലാണ് വന്നിട്ടുള്ളത്. 350ഓളം പബ്ലിക്കേഷൻസ് ഉണ്ടെന്നാണ് ഔദ്യോഗിക റെക്കോർഡ്. 70ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല മനോഹരമായിട്ടുള്ള ചെക്കോവിൻ്റെയും എന്താ പറയുക കുറിച്ചുള്ളൊരു പുസ്തകം, ചെക്കോവിൻ്റെ കുട്ടികൾ, ദ ബോയ്സ് ഓഫ് ചെക്കോവ്, അങ്ങനെ ഒക്കെയുള്ള അനവധി വളരെ രസകരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ് അതൊക്കെ. അപ്പം ഒന്ന് ആ കയ്യിൻ്റെ ആ രാശിയെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. അതേപോലെ തന്നെ ഈ വൃദ്ധസദനത്തിൻ്റെ ആശയം എന്നുള്ളത് വളരെ എന്താ പറയുക, ശ്യാമിൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ആശയം വളരെ വിശേഷമായിട്ടുള്ളൊരു ആശയമാണ്. കാരണം എന്താ വെച്ചാൽ ആധ്യാത്മികതയെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ഒരു വൃദ്ധസദനം വളരെ അപൂർവമാണ്. ഇവിടെ സനാതനധർമ്മത്തിൽ ഉന്നിയിട്ടുള്ള ഒരു ജീവിതക്രമത്തോട് കൂടിയിട്ട് ഉള്ള ഒരു വാർദ്ധക്യകാല പരിചരണ കേന്ദ്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഈ വൃദ്ധരെ കെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു ചാരിറ്റിയാണെന്ന് നമുക്ക് പലർക്കും ഒരു തോന്നലുണ്ട്. വാസ്തവത്തിൽ ചാരിറ്റി ഒന്നുമല്ല, അതൊരു ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടി ഏത് സിവിലൈസേഷനിലും ഏത് സംസ്കാരത്തിലും അവശ്യം നടപ്പാക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. മുതിർന്നവരോടുള്ള കടമ മറക്കുന്ന, അല്ലെങ്കിൽ മുതിർന്നവർ അദൃശ്യരായി പോകുന്നൊരു കാലഘട്ടമാണ്. മുതിർന്നവർ അദൃശ്യരായി പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേരുകളും അദൃശ്യമായിട്ട് പോകും. അതുകൊണ്ട് സംസ്കാരങ്ങൾ വളരണമെന്നുണ്ടെങ്കിൽ മുതിർന്നവരെ ആദരിച്ചേ പറ്റൂ, യാതൊരു സംശയമില്ല. വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ച കൊണ്ട് മനുഷ്യന് ആയുസ് ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ആയുസിൽ എന്താ മൂല്യം നമ്മൾ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കണു എന്നല്ലാതെ അവരെ നമ്മൾ കാണുന്നില്ല എന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ പുണ്യം സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ, സനാതനധർമ്മത്തിൻ്റെ വളർച്ചയിൽ ഒരു വലിയ ഈടുവെപ്പാണ് ശിവദം, ശിവൻ തരുന്നത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ ശിവൻ്റെ കയ്യിൽ നിന്ന്, ഭഗവാന്റെ കയ്യിൽ നിന്ന്, ആത്മസ്വരൂപമായിട്ടുള്ള ആ മൂർത്തിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു പുണ്യമായിട്ടുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്കും അതിൻ്റെ മഹിമ ചെറുതല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ വ്യക്തിപരമായിട്ട് ഇന്ന് രണ്ടുപേരും ഇവിടെ പുരസ്കൃതരാവുണ്ട്. ബഹുമാനപ്പെട്ട ഗവർണറുടെ പുരസ്കാരങ്ങൾ ഇന്ന് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ ബന്ധിപ്പിക്കുന്ന ഗുരുവായൂരപ്പനാണ്.
ഡോക്ടർ രവീന്ദ്ര സാറും അതേപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ പ്രിയപ്പെട്ട ഹാർമോണിയം കലാകാരൻ 108ഓളം ശയന പ്രദർശനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള നിത്യേന ഭഗവാനെ ശിവേലിക്ക് അനുഗമിക്കുന്ന കൃഷ്ണദാസ് ഏട്ടൻ നല്ലൊരു ഗാനരചയിതാവ് കൂടിയാണ്. അവരും കൂടെയുള്ള ഒരു സദസ്സിൽ വരാൻ സാധിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട അനിയൻ ശ്യാമിന് വേണ്ടി ഇത്രയെങ്കിലും 2 വാക്കുകൾ പറയാൻ സാധിച്ചാലും സാറെ ഇന്ന് ആദ്യമായിട്ട് നേരിട്ട് കാണാൻ സാധിച്ചാലും വളരെയധികമുള്ള എൻ്റെ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ ചെറിയ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. ഇനി ADC ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണ്. അതിനായി ADC റെസ്പെക്റ്റഡ് മേജർ നിഖിൽ കുമാർ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Very good evening to His Excellency, Honorable Governor of West Bengal, dignitaries on the dais, ladies and gentlemen. It is a matter of great pride and privilege for us this evening to witness a moment of special recognition and honor. The Governor's Award of Excellence is a distinguished mark of appreciation instituted to acknowledge individuals whose exemplary contributions, outstanding leadership, and unwavering commitment to excellence have made a lasting impact on society and inspired others across generations. Today, in the august presence of the Honorable Governor of the West Bengal, the Governor's Award of Excellence is being conferred upon 2 eminent personalities, Dr. K.G. Ravindran and Sri Krishnadas Purameri, in recognition of their exceptional achievements and distinguished service in their respective fields. Before I invite the awardees, I would like to read out the citation. First awardee, Dr. K.G. Ravindran. Dr. K.G. Ravindran, a distinguished Ayurvedic physician and the last living torchbearer of the Kurincheri lineage of the revered Ashtavedya tradition. He underwent rigorous Gurukul-based training, receiving comprehensive instruction in Sanskrit, classical Ayurvedic treatises, modern sciences, yoga, and Kalari. He began his professional career with the Arya Vaidya Pharmacy and rose to become chief physician of the same. Under his leadership, the institution attained national and international recognition as a center of excellence in Ayurveda. He is widely respected for his clinical expertise in metabolic diseases, renal and cardiac ailments, cancer, and infertility. A landmark contribution of his career was leading the first ever National Institutes of Health USA-funded clinical trial on traditional Ayurveda in India. His compassionate service is reflected in his sustained free Ayurvedic care for children with Duchenne muscular dystrophy under Ministry of Ayush supported initiative. His distinguished patients have included the former President of India, Shri K.R. Narayanan, who formally acknowledged his medical care. He has been honored with the Doctor Excellence Award by the KG Health Foundation, making a historic recognition of an Ayurvedic physician by a premier Western medical institution. Following early retirement, Dr. Ravindran continues to serve society, providing authentic Ayurvedic care to the rural and underprivileged. In recognition of his scientific rigor, selfless service, bringing distinction to Indian traditional medicine and honor to the nation, we are pleased to confer upon Dr. K.G. Ravindran the Governor's Award of Excellence on this, the 23rd day of December 2025. Now I would like to request Dr. K.G. Ravindran to please come up on the stage and receive the award from none other than His Excellency, the Honorable Governor of West Bengal. അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടർമാരിൽ പ്രമുഖനായ ശ്രീ രവീന്ദ്രൻ ഒറ്റപ്പാലത്തിനടുത്ത് തൃക്കങ്കോട് സ്വദേശിയായ അദ്ദേഹം 10 കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയിൽ ചീഫ് ഫിസിഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ഗവർണറിൽ നിന്ന് ഒരു ആദരവ്. Now we move on to the second awardee. Shri Krishnadas Purameri, a native of Purameri, has devoted his life to selfless service, spiritual discipline, and unwavering faith. Residing at Guruvayur for the past 3 decades, he has been serving Shri Guruvayur temple for over 15 years as a Shruti artist on daily wages,
accompanying the sacred Siveli processions with 3 elephants, including night processions with steadfast dedication. Beyond his ritual service, Sri Krishnadas has demonstrated exceptional spiritual perseverance through the practice of Shayana Pradikshanam. Within the Guruvayur temple alone, he has completed more than 3,000 Shayana Pradikshanams. In a rare and unparalleled spiritual endeavor, Sri Krishnadas successfully completed 108 Shayana Pradikshanam at 108 temples across the state of Kerala, culminating at Sri Guruvayur temple. This remarkable achievement, acknowledged and celebrated by the Guruvayur Devaswam, devotees and the general public, stands as a world record, reflecting extraordinary devotion, physical endurance, and spiritual commitment. Through his life of humility, discipline, and sacred service, Sri Krishnadas Purameri has upheld the highest traditions of devotion and has emerged as a source of inspiration to countless devotees. In recognition of his exceptional spiritual achievement and selfless service, we are pleased to confer upon Sri Krishnadas Purameri the Governor's Award of Excellence on this, the 23rd day of December 2025. Now I'll request Sri Krishnadas Purameri to please come up on the stage and accept the award from none other than His Excellency Dr. C.V. Anand Bose. കേരളത്തിലെ പ്രമുഖ 107 ക്ഷേത്രങ്ങളിൽ ശയന പ്രദക്ഷിണം നടത്തിയ കോഴിക്കോട് സ്വദേശി കൃഷ്ണദാസ് പുറമേരി. 108ാമത്തെ പ്രദക്ഷിണം 9 മിനിറ്റ് കൊണ്ട് ഗുരുവായൂരിൽ അദ്ദേഹം കുളപ്രദക്ഷിണമായി ശയന പ്രദക്ഷിണം നടത്തി പൂർത്തിയാക്കി. ലോകനാർക്കാവിലായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ഗവർണറിൽ നിന്നും ഒരു പുരസ്കാരം. താങ്ക് യു സർ. 1951 ജനുവരി 2 കോട്ടയം ജില്ലയിലെ മാന്നാനത്താണ് അദ്ദേഹത്തിന്റെ ജനനം. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന PK വാസുദേവൻ നായരുടെയും പത്മാവതി അമ്മയുടെയും മകനാണ്. 1977 ബാച്ചിലെ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. കേരള മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അണുശക്തി വകുപ്പിലെ എഡ്യൂക്കേഷൻ സൊസൈറ്റി ചെയർമാൻ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, കേന്ദ്ര ഗവൺമെന്റിൽ ചീഫ് സെക്രട്ടറി തുടങ്ങി നിരവധി ഉയർന്ന പദവികൾ അദ്ദേഹം വഹിച്ചു. ഭവനരഹിതർക്കായി നിർമ്മിച്ച നിർമ്മിതി കേന്ദ്ര, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ DTPC എന്നിവ അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ ആശയങ്ങളാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസ് പുരസ്കാരം 4 തവണ അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലായി 30ഓളം പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കണക്കെടുപ്പ് നടത്താൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റു ഫെലോഷിപ്പ് ഉൾപ്പെടെ ദേശീയ, അന്തർദേശീയ തലത്തിൽ 30ലധികം പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. നിലവിൽ പശ്ചിമ ബംഗാൾ ഗവർണർ എന്ന നിലയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനൊപ്പം സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ സജീവമായ സാന്നിധ്യമാണ് ഡോക്ടർ C.V. ആനന്ദ ബോസ്. അദ്ദേഹത്തെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ട് ഉദ്ഘാടനം നടത്തുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദനായ സ്വാമി ദേവാനന്ദപുരി, ജസ്റ്റിസ് ശശിധരൻ, ശ്രീ VK സോമസുന്ദരൻ, ശ്രീ ദണ്ഡപാണി, ശരത് ഹരിദാസൻ, പത്മ ഗിരീഷ്, ഡോക്ടർ C. ശ്യാം പ്രസാദ്, ശ്രീകുമാർ MP, ശ്രീ PK സുദർശൻ സുന്ദരൻ, ഡോക്ടർ KG രവീന്ദ്രൻ, ശ്രീ കൃഷ്ണദാസ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ശിലാസ്ഥാപനം നടത്താൻ എനിക്ക് അവസരം തന്ന ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. സംഘാടകരോട് നന്ദി പറയുന്നു. വന്നേ പറ്റൂ എന്നതിന് നിർബന്ധിച്ച പ്രമുഖ ആധ്യാത്മിക പ്രഭാഷക സരിത അയ്യരോട് നന്ദി പറയുന്നു. വാസ്തവത്തിൽ ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ഒരു വൃദ്ധൻ, അദ്ദേഹം എല്ലാ ദിവസവും വീടിൻ്റെ അടുത്തുള്ള ഒരു വലിയ ഫുട്ബോൾ മൈതാനം മുഴുവൻ 2-3 പ്രാവശ്യം കറങ്ങും. ഒരു പ്രാവശ്യമെങ്കിലും കറങ്ങും. അപ്പോൾ ഒരിക്കലും അദ്ദേഹം
പകുതി ദൂരം നടന്നിട്ട് അവിടെ നിന്നു, തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താ അങ്കിളെ തിരിച്ചു പോകുന്നേ? വയസ്സും പ്രായമൊക്കെ ആയില്ലേ, ഇനി പകുതി ദൂരം നടക്കാനേ പറ്റുള്ളൂ, അതുകൊണ്ട് തിരിച്ചു പോവാം. അപ്പോൾ ചെറുപ്പക്കാരൻ ചോദിച്ചു, പകുതി ദൂരം വന്നതിന് ശേഷം മുമ്പോട്ട് നടന്നാലും പിമ്പോട്ട് നടന്നാലും ഒരുപോലെയല്ലേ? അങ്ങനെ മുമ്പോട്ട് നടക്കുക, ഇതാണ് സത്യത്തിൽ നമ്മൾ പ്രായമായവരെ പ്രേരിപ്പിക്കേണ്ടത് മുൻപോട്ട് നടക്കാനാണ്. ചരൈവേത്തി എന്ന് ബ്രാഹ്മണികൾ പറയുന്നത് പോലെ മുമ്പോട്ട് പോവുക. അതുപോലെ എക്ലാ ചലോ ബംഗാളിൽ പറയും, രവീന്ദ്രനാഥ് ടാഗോർ പറയും, ഒറ്റയ്ക്ക് നടക്കുക, ഒറ്റയ്ക്ക് മുമ്പോട്ട് പോവുക. ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമുക്ക് കുടുംബത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുന്നത്, ഈശ്വരൻ വിശ്വാസം കൂടുന്നത്, അതുപോലെ സാമൂഹ്യമായ ജീവിതം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇതുപോലെ ഒരു മുത്തശ്ശൻ വീട്, നല്ല പേരാണ്, ആര് നിർദ്ദേശിച്ചാണെങ്കിലും വളരെ നല്ല മനസ്സിൽ തങ്ങി നിൽക്കുന്ന, വൈകാരികമായ നമുക്ക് ആസക്തി ഉണ്ടാക്കുന്ന, ഒരു അഭിനിവേശമുണ്ടാക്കുന്ന ഒരു പേരാണ് മുത്തശ്ശൻ വീട്. സ്നേഹം, ദയ, ഇതൊക്കെ മുത്തശ്ശനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ ഈ വീട്ടിൽ നിന്ന് കിട്ടും എന്നെനിക്ക് ഉറപ്പാണ്. കാരണം അതിന് സംഘാടകരെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് അവർ. ഒരു കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, ഈ മുത്തശ്ശൻ വീട് ഒരു വൃദ്ധസദനമാണോ, അത് അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ കൊണ്ട് തള്ളുന്ന സ്ഥലമാണോ മക്കള്? അപ്പം അങ്ങനെയുള്ള സ്ഥലമല്ല. ഇത് വൃദ്ധന്മാർക്ക് സാമൂഹ്യ ജീവിതം നയിക്കാനുള്ള ഒരു വേദിയാണ്. അത് വളരെ നന്നായി. കാരണം ഞാനൊരു കഥ കേട്ടതോർക്കുകയാണ്. ഒരു സ്ത്രീ, അവരൊറ്റ കണ്ണിയാണ്. അവർ പല വീടുകളിലൊക്കെ പോയി ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് അവരുടെ കുഞ്ഞിനെ വളർത്തുന്നത്. കുഞ്ഞ് 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അമ്മ ഉച്ചയ്ക്ക് ആഹാരം കൊണ്ട് സ്കൂളിൽ വരും. അപ്പോൾ കുട്ടികൾ പറയും, ഒറ്റക്കണ്ണിയുടെ മകൻ എന്ന്. അതവന് വല്ലാതെ വിഷമം വന്നു. അവൻ അമ്മയോട് വെറുപ്പായി. അവൻ വളർന്ന് അവൻ ഉദ്യോഗം കിട്ടി. അവൻ സിറ്റിയിൽ ഒരു വീടൊക്കെ വെച്ചു. അമ്മയെ പേര് അറിയിച്ചില്ല, കല്യാണം കഴിച്ച കാര്യം പോലും അമ്മയെ അറിയിച്ചില്ല. ഒരു ദിവസം അവൻ കാണുന്ന അവൻ്റെ സിറ്റിയിലെ വീടിൻ്റെ മുൻപിൽ വൃത്തിയായൊരു സ്ത്രീ വന്നൊരു പൊതിക്കെട്ടഴിച്ച് പലഹാരം കൊടുക്കുകയാണ് അവൻ്റെ കുഞ്ഞുങ്ങൾക്ക്. അയാൾക്ക് മനസ്സിലായി തൻ്റെ അമ്മയാണെന്ന്. അയാൾ നേരെ വന്നിട്ട് ക്രൂദ്ധിയായ അമ്മയോട്, നിങ്ങൾ എനിക്ക് ഇവിടെയും സ്വൈര്യം തരില്ലേ, ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് അമ്മയെ ഇറക്കി വിട്ടു. കുറേ കാലം കഴിഞ്ഞ് ഇയാൾ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. തിരികെ വരുമ്പോൾ അയാൾക്കൊരു കത്ത് കിട്ടി. പറഞ്ഞു, നിങ്ങളുടെ അമ്മ തന്നതാണ് മരിക്കുന്നതിന് മുമ്പ്, അവർ മരിച്ചുപോയി. ഇയാളെ കത്തെടുത്ത് വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നതെന്ന് പറയും, മകനെ, പൊന്നു മോനെ, നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്ന ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് പറയുകയാണ്, ഒരു കാര്യം നിന്നോട് മരണത്തിന് മുമ്പ് പറയണം എന്നെനിക്കുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. നിനക്ക് ചെറുപ്പകാലത്ത് ഒരു കാറപകടമുണ്ടായി. ആ കാറപകടത്തിൽ നിൻ്റെ ഒരു കണ്ണുപോയി. നിന്നെ ആളുകൾ ഒറ്റക്കണ്ണ എന്ന് വിളിക്കുന്നത് കേട്ട് അമ്മയ്ക്ക് സഹിച്ചില്ല. അതുകൊണ്ട് അമ്മയുടെ കണ്ണാണ് നിനക്ക് നൽകിയത് എന്ന്. അതാണ് അമ്മ. അമ്മ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. അമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അമ്മ എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. ഈ പ്രായത്തിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ചെറുപ്പത്തിൽ അമ്മയിൽ നിന്ന് പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു കാര്യവും പഠിക്കുന്നില്ല. വായിച്ച് അറിവുണ്ടാക്കാം, പക്ഷെ തിരിച്ചറിവ് തരുന്ന അമ്മയാണ്. ആ അമ്മമാരെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ട് തള്ളുന്നത് ശരിയല്ല. അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ എന്ന് ചോദിക്കുന്നത് വളരെ ശരിയാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എന്തും സഹിക്കുന്ന ഒരു പറച്ചിലുണ്ട്, ദൈവത്തിന് എല്ലാവരെയും കാണാൻ സമയമില്ല, അതുകൊണ്ട് അമ്മമാരെ സൃഷ്ടിച്ചു വന്നു. ദൈവതുല്യർ തന്നെയാണ് അമ്മമാർ, അതുപോലെ വൃദ്ധരായ അച്ഛന്മാർ. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് സ്വൈര ജീവിതം നയിക്കാനുള്ള ഒരു ഗേഹമായിട്ടാണ് ഈ മുത്തശ്ശൻ വീട് വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. വളരെ വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഇവിടെ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പുണ്യഭൂമിയിൽ വരാൻ എനിക്ക് അവസരം കിട്ടിയ ഒരു വലിയ നിയോഗമായിട്ട് ഞാൻ കരുതുകയാണ്. എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷേ സരിതായർ എന്നോട് ഇതിനെക്കുറിച്ച് ദീർഘമായി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ നല്ല ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നിശ്ചയമായും അവിടെയാണ് പോകേണ്ടത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാനൊരു കഥ ഓർത്തു പോവുകയാണ്. എനിക്ക് പറ്റിയൊരു അമളി അത് പറയാം. ഞാൻ ഈ കൊല്ലത്ത് ജില്ലാ കളക്ടറായിരുന്നു. അപ്പോൾ അവിടെ ഒരു അന്തർദേശീയ മതസമ്മേളനം നടന്നു. ഈ മതസമ്മേളനത്തിൽ പല പ്രഗത്ഭരുമൊക്കെ വന്ന് പ്രസംഗിച്ചു. ഒരു ദിവസം നമ്മുടെ ചിന്മയാനന്ദ സ്വാമിയുടെ പ്രസംഗമായിരുന്നു, ഗീതാപ്രവചനം. അപ്പം എനിക്ക് ചിന്മയാനന്ദ സ്വാമിയെ അറിയാം.
ഞാൻ അദ്ദേഹത്തിൻ്റെ ഗീതാ പ്രഭാഷണം കേട്ടിട്ടുണ്ട്. വളരെ നല്ല ഭംഗിയായിട്ട് അദ്ദേഹം സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തെ കാണാം, എൻ്റെ ബഹുമാനം അറിയിക്കാമെന്നൊക്കെ വെച്ച് ചെന്നപ്പോൾ അവിടെ ഒരു അനൗൺസ്മെൻറ്റ്, ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ചിന്മയാനന്ദ സ്വാമിയുടെ വിമാനം 1 മണിക്കൂർ വൈകി. അടുത്ത അനൗൺസ്മെൻറ്റ് കേൾക്കണോ? അതിന് ആ സമയത്ത് നമ്മുടെ കളക്ടർ ആനന്ദ് ബോസ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ അതിനെക്കുറിച്ച് പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ സ്റ്റേജിലേക്ക് കയറുന്ന വഴിക്ക് ചോദിച്ചു, ഈ വിഷയം എന്താ? വിഷയം കേൾക്കണോ? വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനവും. എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കി എന്നെ പിന്നെ അറിയിക്കുക. എങ്കിലും വിളിച്ചു പറഞ്ഞതല്ലേ എന്നോർത്ത് ഞാൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനവും എന്നൊക്കെ പറഞ്ഞൊരു 20 മിനിറ്റ് പ്രസംഗിച്ചു. അപ്പോൾ എനിക്കൊരു ചിറ്റ് കിട്ടി. അപ്പം സാധാരണ പ്രസംഗത്തിനുള്ളിലേക്ക് ചിറ്റ് കിട്ടിയ അതിൻ്റെ അർത്ഥം എളുപ്പം നിർത്തണം എന്നാണല്ലോ. ചിറ്റിൽ എഴുതിയിരുന്നത് സ്വാമിയുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ കൂടി വൈകി. അങ്ങനെ 2 മണിക്കൂർ നേരം ഞാൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനത്തിനെ കുറിച്ച് പ്രസംഗിച്ചു. ഇത് രംഗം 1. ഇനി രംഗം 2. എനിക്ക് UN അവാർഡ് കിട്ടി. ഇവിടെ കോമ്പിയർ പറഞ്ഞു, UN അവാർഡ് വാങ്ങാൻ ഞാൻ അവിടെ പോയി, ജനറൽ അസംബ്ലി പോയി. അവാർഡൊക്കെ കിട്ടി. ഒരു 3 മിനിറ്റോ മറ്റേ പ്രസംഗിക്കാൻ എന്നെ വെച്ച് ഞാൻ പ്രസംഗിച്ചു. കയ്യടിയൊക്കെ കിട്ടി. സന്തോഷമായിട്ട് ഞാൻ എൻ്റെ മാൻഹാട്ടൻ ഹോട്ടലിൽ വന്നിരിക്കുക. അപ്പോൾ എനിക്കൊരു ടെലിഫോൺ കോൾ. അന്ന് ഈ മൊബൈലൊന്നും അത്ര പ്രചാരത്തിലില്ല. ട്രങ്ക് കോളാണ്, ഇൻ്റർനാഷണൽ ട്രങ്ക് കോൾ വിളിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങേ തലയ്ക്കൽ ഒരു പ്രായമായ സ്ത്രീയാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അവരെന്നോട് ദയനീയമായിട്ട് ചോദിച്ചു, ഡോക്ടർ ബോസ് ആണോ? ഞാൻ പറഞ്ഞു, അതെ മാഡം, എനിക്കൊരു സഹായം വേണം. ഞാൻ എന്താ പറയും മാഡം? എനിക്ക് 2-3 ദിവസമായിട്ട് ഡോക്ടർ ബോസ് ഉറക്കം വരുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കണം. ഞാനത് മെഡിക്കൽ ഡോക്ടറാണെന്ന് കരുതിയായിരിക്കും, അതായിരിക്കും എന്നോട് അങ്ങനെ ചോദിച്ചത്. ഞാൻ പറയും, മാഡം ഞാൻ മെഡിക്കൽ ഡോക്ടറല്ല, അതൊക്കെ എനിക്കറിയാം, PhD ആണെന്നൊക്കെ അറിയാം, ബിറ്റ്സ് ബിലാനിയാണെന്നൊക്കെ എനിക്കറിയാം, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ, എനിക്ക് ഉറക്കം വരുന്നില്ല 3 ദിവസമായിട്ട്. ഇപ്പം ഞാൻ ചോദിച്ചു, മാഡം ഈ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഉറക്ക ഗുളിക കഴിക്കുന്ന പതിവുണ്ടോ? ഉണ്ട്. അപ്പോൾ 2-3 ദിവസം മാഡം ഉറക്ക ഗുളിക കഴിക്കാൻ മറന്നുപോയി കാണും, അതായിരിക്കും ഉറക്കം വരാതെ. ഒന്നും അല്ലെന്നേ, ഞാൻ ഇത് ഇപ്പോഴും പീനോ ബാർബിറ്റോൺ 500 mg കഴിച്ചിട്ടിരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ, ഡോക്ടർ വിചാരിച്ചാൽ ഉറങ്ങും, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയും മാഡം. അതെ, അന്ന് ഇവിടെ കളക്ടറായിരുന്നപ്പോഴേ ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ച് പ്രസംഗിച്ചില്ലേ, അത് കേട്ട് 1 മിനിറ്റ് കഴിഞ്ഞാൽ ഉറങ്ങാതെ ആ പ്രസംഗം ഒന്നുകൂടെ പോളിൻ്റെ അകത്തൂടെ പറയാവുന്നു. അങ്ങനെ പറയിക്കുന്നതിന് മുൻപ് നിർത്തുകയാണ് ഭംഗി എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും ഈ പ്രസംഗരെ സംബന്ധിച്ചുള്ള ഒരു ഇതുള്ളത്, ദൈവം രക്ഷിക്കും, ഈശ്വരോ രക്ഷതു അല്ലേ? അത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ അമ്പലം കണ്ടപ്പം ഓർത്തതാണ്. ഞങ്ങളുടെ സ്ഥലത്തൊരു രവിവാര പാഠശാലയുണ്ടായിരുന്നു, ഈ NSS കരയോഗത്തിൻ്റെ. അവിടെ പഠിച്ച കാര്യങ്ങൾ ഇന്നെൻ്റെ മുമ്പിലിരിക്കുന്നവരെ ഉദ്ദേശിച്ച് അവരുടെ കുട്ടികളെ ഉദ്ദേശിച്ച് ഞാൻ പറയുകയാണ്. ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ എത്രത്തോളം നമ്മൾ ഭാരതീയത ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ ചിലതൊക്കെ അവിടെ പഠിച്ചു. എന്ത് അർത്ഥമൊന്നും എനിക്കൊന്നും അറിയില്ല. എനിക്കെന്ന് 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുക. പക്ഷേ അതിൽ ഒരു കാര്യം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്, ഹിമവാനെക്കുറിച്ച്, അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മ ഹിമാലയോ നാമ നഗാധിരാജ പൂർവാപരോ തോയ നിധീവഗാഹ്യ സ്ഥിതപ്രതിഭയാം ഇവ മാനദണ്ഡ. ഇത് കാളിദാസൻ്റെതാണെന്ന് അന്ന് എനിക്കറിയില്ല. അതിൻ്റെ മലയാളവും പറഞ്ഞു തന്നു. ദേവാനുഭാവധരൻ ഉത്തരദിക്കലുണ്ട് മേവുന്നു മാമല ഹിമാലയ നാമധേയൻ ആഴിക്ക് 2 ഇടയ്ക്ക് കിടക്കിയാൽ ഈ ഊഴിക്കരെ കളവ് ചങ്ങല എന്ന പോലെ. ഇതും അതുപോലെ ഭഗവത്ഗീത. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. എന്നാലും ഓം കർണക്ഷേത്രി കുരുക്ഷേത്രി സമഭേദ യൂത്സഭ മാമക പാണ്ഡവശ്ചൈവ കിമപൂർവത സഞ്ജയ. ചെറിയൊരു ചോദ്യമാണ്. എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും തമ്മിൽ അവിടെ എന്ത് ചെയ്യുക എന്നുള്ള ചെറിയ ചോദ്യം. പക്ഷേ അതിൻ്റെ ഉത്തരം ഭഗവാൻ തരുമ്പോൾ ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ഘടകങ്ങളുടെ മുഴുവൻ രഹസ്യങ്ങളും വെളിച്ചത്ത് കൊണ്ടിരുന്നൊരു കാര്യമാണ്. നമ്മുടെ ദേഹം എന്ന് പറയുന്നത് വെറും വസ്ത്രം പോലെയാണ്, മാറ്റി മാറ്റി കൊണ്ടുവരാവുന്ന വസ്ത്രം പോലെയാണ്. ദേഹിയാണ് വലുത്. അതുപോലെ നമ്മൾ ഒരിക്കൽ മരിച്ചാൽ പിന്നെ പുനർജനിക്കും. ജാതസ്യ ധ്രുവോർമൃത്യും ധ്രുവം ജന്മ മൃതസ്യജ തസ്മാദപരിഹാര്യർത്ഥേ നത്വം ശോചിതുമർഹസി. എനിക്കൊരു സംശയം ഞാൻ ചോദിക്കുമായിരുന്നു അന്ന്. ഈ ദേഹമാണല്ല വലുത്, ദേഹിയാണ് വലുതെന്ന് പറയുന്നത്. പക്ഷേ ദേഹം എനിക്ക് തൊട്ട് നോക്കാം, ഐ ക്യാൻ സ്മെൽ ഇറ്റ്, ഐ ക്യാൻ ഫീൽ ഇറ്റ്, ഐ ക്യാൻ ടച്ച് ഇറ്റ്. പക്ഷേ ഈ ദേഹി ആത്മാവ് എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല, തൊടാൻ പറ്റുന്നില്ല, മണക്കാൻ പറ്റുന്നില്ല,
പിന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അതിന് ഏറ്റവും ലളിതമായ ഉത്തരം, അധികം ഒന്നും ആരെയും ഭ്രമിപ്പിക്കുന്ന രീതിയിലില്ല, വളരെ ലളിതമായ ഉത്തരം, നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ജഗതി പാവക ന ചൈനം ക്ലേദയന്തിയാപോ ന ശോഷയതി മാരുതക എന്ന് പറഞ്ഞാൽ അമ്പ് കൊണ്ടോ തീയിലോ അഗ്നി കൊണ്ടോ ജലം കൊണ്ടോ വായു കൊണ്ടോ ഒന്നും നശിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് ആത്മാവ്. ഇതൊക്കെ പഠിച്ചത് ഇതുപോലുള്ള ഒരു സ്ഥാപനം തന്നെയായിരുന്നു. ഞങ്ങൾക്ക് നാട്ടിലുണ്ട് ഒരു അമ്പലമുണ്ട്, അവിടെ ഒരു കരയോഗമുണ്ട്. ഇതിൻ്റെയൊക്കെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ എനിക്ക് നാളെ ഒരു കോൺവെക്കേഷൻ ഉള്ളത് കൊണ്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ എനിക്കിവിടെ കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം എനിക്കുണ്ട്. അത് ഇനിയും വരാമെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും വരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ഒരു കഥ ഓർത്തിട്ട് എൻ്റെ ചെറുപ്പത്തിൽ കേട്ടതാണ്. അന്ന് ഈ ഇൻ്റർനെറ്റും ഒന്നുമില്ല. അന്ന് സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വല്ല കളിയൊക്കെ കണ്ടുപിടിച്ച് കളിച്ചോണം. അപ്പോൾ അവിടെ ഈ നെൽപ്പാടത്ത് ഒരു ഭാഗം അടിച്ചുയർത്തി അവിടെ ഈ വെള്ളരി നടുന്നത്. ഈ വെള്ളരി പറിച്ചു കഴിഞ്ഞാൽ അതൊരു പ്ലാറ്റ്ഫോം പോലെ കിടക്കും. അപ്പോൾ അതിലത്തെ കുട്ടികളൊക്കെ അവിടെ വന്ന് തൽക്കാലം ചില നാടകമൊക്കെ ഇംപ്രോംസുമായിട്ട് ഉണ്ടാക്കി അവിടെ കളിക്കും. അതിന് മാട്ടനാടകമെന്നും വെള്ളരി നാടകമെന്നും ഒക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒരു വെള്ളരി നാടകം ചെറുപ്പത്തിൽ കണ്ട കാര്യം. അപ്പം ഈ നാടകം കളിക്കാനൊന്നും അമ്മമ്മ വിടത്തില്ല. അത് വീട്ടിലെവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കളിച്ചോണം. എങ്കിലും ഒരിക്കൽ അമ്മമ്മ വെട്ടിച്ച് ഞാൻ നാടകം കാണാൻ പോയി. നാടകത്തിൻ്റെ 1-ാം രംഗം, ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാർ അവർ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് സ്വറ പറഞ്ഞിരിക്കുക, ചിരിച്ച് കളിച്ചിരിക്കുക. അപ്പോൾ അകലേന്ന് ഒരാൾ വരുന്ന നോക്കിയപ്പോഴത്തേക്കും അമ്മായിയമ്മയാണ്. അപ്പോൾ അമ്മായിയമ്മ വരുന്ന അത്ര രണ്ടുപേർക്കും വലിയ തൃപ്തിയില്ല. അമ്മായിയമ്മ ഓടിക്കാനൊരു എന്ത് ചെയ്തു, ഒരു കുടുംബ കലഹം അങ്ങ് സൃഷ്ടിച്ചു. ഭർത്താവ് കരണത്തിനൊരു അടി വെച്ചു കൊടുത്ത് ഭാര്യ ഇരുന്ന് മോങ്ങാനും തുടങ്ങി. ഈ പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ അമ്മായിയമ്മ അതൊക്കെ വലിഞ്ഞു. അമ്മായിയമ്മ വലിഞ്ഞുള്ള സന്തോഷത്തിൽ രണ്ടുപേരും വീണ്ടും വന്നിട്ട് ചിരിച്ചു കളിച്ച് ചോദിക്കുക, കൊള്ളാതെ ഞാൻ തല്ലിയത് കണ്ടോ എന്ന് ഭർത്താവ്, നോവാതെ ഞാൻ മോങ്ങിയത് കേട്ടോ എന്ന് ഭാര്യ. അമ്മായിയമ്മ തിരിച്ചു വന്നിട്ട് പോകാതെ ഞാൻ നിന്നതും കണ്ടോ എന്ന് പറഞ്ഞതുപോലെ ഞാൻ പോകാതെ ഇവിടെ നിൽക്കും എന്ന ഭീഷണിയോടുകൂടി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമസ്കാരം. ജയൻ. വളരെ ലളിതമായി, രസകരമായി, ജ്ഞാനാത്മകമായി നമ്മളോട് ഇത്രയും നേരം സംസാരിച്ച അദ്ദേഹത്തിന് നമുക്ക് സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം യാത്രയാക്കാൻ. കാരണം അദ്ദേഹത്തിന് വളരെ തിരക്കുകൾ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തിന് നമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത പഞ്ചാബ സിന്ധ് ഗുജറാത്ത മറാഠ ദ്രാവിഡ ഉത്കല ഭംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലതി തരംഗ തവ ശുഭ നാമേ ജാഹേ തവ ശുഭ ആശിഷ മാഹേ गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विदाता जय हे जय हे जय हे जय 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 हे.
ആദരണീയനായ പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദബോസ് സാർ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആദരണീയ വ്യക്തികൾക്കും നമസ്കാരം. ശ്രീശങ്കരൻ്റെ മണ്ണിൽ നിന്നും രാമകൃഷ്ണദേവൻ ജനിച്ച മണ്ണിൽ ഔദ്യോഗികമായി കൃത്യനിർവഹണം നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചത് അതൊരു ഈശ്വര അനുഗ്രഹമാണ് എന്നാണ് നമുക്കൊക്കെ തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നാമം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷണവും നമ്മളെല്ലാവരും ശ്രവിച്ചു. അതിൻ്റെ അർത്ഥവത്തായ തലങ്ങളിലേക്കും നമുക്ക് പോകുവാൻ സാധിക്കും. ഈയൊരു വൈകിയ വേളയിൽ സുദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എങ്കിലും ഏറ്റവും പ്രധാനമായി പറയുവാനുള്ളത്, ഒരു കുഗ്രാമത്തെ എങ്ങനെ ഒരു സുഗ്രാമമാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവാണ് അഞ്ചുമൂർത്തി ക്ഷേത്രവും സാന്ദീപനി സാധനാലയവും എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഒതുങ്ങി. നേരത്തെ ശരത്ജി പറഞ്ഞതുപോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ കാട് പിടിച്ച് നശിച്ചു കൊണ്ടിരുന്ന ഈ ഒരു ക്ഷേത്ര സങ്കേതം, പല സാമൂഹിക വിരുദ്ധരുടെയും താവളമായിരുന്ന ഈ ഒരു പ്രദേശം ഇന്ന് ഈ ഗ്രാമത്തിൻ്റെ വെളിച്ചമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉന്നതി എന്നത് മാത്രമല്ലാതെ ഈ ഗ്രാമത്തിൻ്റെ ഉന്നതി കൂടി സങ്കല്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നിരന്തരമായി സമാജത്തിൽ ഇടപെട്ട് സംഭാവന പ്രദാനം ചെയ്ത മണ്ണ്, ഇങ്ങനെ എല്ലാ തരത്തിലും ഭാരതപ്പുഴ ഒഴുകുന്ന മണ്ണ്, ഇങ്ങനെ എല്ലാ തരത്തിലും പാലക്കാട് സംസ്കൃതിയുടെയും അതുപോലെ കാർഷിക മേഖലയുടെയും എല്ലാം കൊണ്ടും പ്രൗഢമായ ഈ മണ്ണിനെ പൈതൃക ജില്ലയായി പ്രഖ്യാപിക്കണം. അത് അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ അത് സാധിക്കും. അതിനനുസരിച്ച് നമ്മുടെയൊക്കെ സങ്കല്പവും പ്രാർത്ഥനയും ഉണ്ടാവണം. അപ്പോൾ എന്തുകൊണ്ടാണ് പൈതൃക ജില്ല എന്ന് പറയുമ്പോൾ, മണ്ണാണ് കേരളം. ഈ കേരളത്തിൻ്റെ മണ്ണ് ഭാരതത്തിൻ്റെ മണ്ണാണ്. ഭാരതമാകുന്ന ഭാരതാംബയുടെ കാൽ ചുവടുകളാണ് ഈ കേരളം. അല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് നടക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അതിനെ ഇല്ലാതാക്കുവാനും ഭാരതാംബയുടെ കാൽച്ചുവട് ഉറച്ചു നിൽക്കുന്നൊരു മണ്ണാക്കി ഇതിനെ മാറ്റുവാനും ഭാർഗവ ക്ഷേത്രത്തെ നമുക്ക് സാധിക്കും. നമ്മുടെ തലമുറകൾക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ പൂർവികന്മാർ, കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ ഋഷി പരമ്പരയുടെ പൂർവികന്മാർ ചെയ്ത ആ പാരമ്പര്യം എന്താണെന്ന് നമ്മൾ നമ്മുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കണം. അത്തരം ഒരുപാട് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ശിവദം മുത്തശ്ശൻ വീട് എന്നുള്ള ഒരു സങ്കല്പം ഇവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടും ശ്രീ ആനന്ദബോസ് സാറിൻ്റെ കൈകളിലൂടെ അതിൻ്റെ ആ ഒരു തറക്കല്ലിടൽ ഇവിടെ നടന്നു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ അത് പ്രാവർത്തികമാകണം. ശിവം ദദാതി ഇതി ശിവദം. ശിവം എന്ന് വെച്ചാൽ മംഗളമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ മംഗളകരമായ മംഗളത്തെ നൽകുന്നത് ആണ് ശിവദം മുത്തശ്ശൻ വീട്. വൃദ്ധസദനങ്ങൾ നമുക്ക് ധാരാളമായി സമാജത്തിൽ കാണാം. വൃദ്ധസദനം എന്നുള്ളതിൽ നിന്ന് മുത്തശ്ശൻ എന്ന വാക്കിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്വാന്തനത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ, ഒരു ഒത്തുചേരലിൻ്റെ ഒരു വാക്സ്പർശം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൃദ്ധസദനമല്ലാതെ അതിൽ നിന്നുയർന്ന് മുത്തശ്ശൻ വീടായി മാറുമ്പോൾ അവിടെ എത്തിച്ചേരുന്നവർക്ക് ഈ ഒരു ക്ഷേത്ര അന്തരീക്ഷവും ഈ ഗ്രാമാന്തരീക്ഷത്തിലും അവരുടെ സായാഹ്നങ്ങൾ ആധ്യാത്മികമായിട്ടും സാംസ്കാരികമായിട്ടുമൊക്കെ അവർക്ക് കൂടുതൽ, അതായത് വാനപ്രസ്ഥ ആശ്രമമാണല്ലോ മുത്തശ്ശന്മാരുടെയൊക്കെ ഒരു ജീവിതം. അതിനപ്പുറത്ത് സന്യാസാശ്രമം ഉണ്ടെങ്കിലും വാനപ്രസ്ഥ ആശ്രമത്തിൽ കഴിയുന്നവർക്ക് വാനപ്രസ്ഥ ധർമ്മം ആചരിച്ച് ജീവിക്കുന്ന തരത്തിലേക്ക് ഇതിനെ വിഭാവനം ചെയ്യണമെന്നാണ് ശ്രീ ശ്യാംജിയുടെയും അനുബന്ധ പ്രവർത്തകരുടെയും ഒക്കെ ഇച്ഛ. ആ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഇത്തരം മുത്തശ്ശൻ വീടിലേക്ക് എത്തിച്ചേരുന്നവരുടെ ജീവിതം ധന്യമാക്കാൻ സാധിക്കും. കാരണം വാനപ്രസ്ഥ ജീവിതം അത് സൂക്ഷ്മ സാധനയുടെ ജീവിതമാണ്. അതിലൂടെയാണ് ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മുത്തശ്ശൻ വീടുകൾ, ഒരു വൃദ്ധസദനം ഒരു സ്ഥലത്ത് ആരംഭിക്കുമ്പോൾ പല വൃദ്ധസദനങ്ങളിൽ നമ്മൾ പോകാറുണ്ട്. പലതിൻ്റെയും ഉദ്ഘാടന സഭയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോഴൊക്കെ അവിടെ പറയാറുണ്ട്, ഇത്തരം വൃദ്ധസദനങ്ങൾ നമുക്ക് ഭൂഷണമല്ല, എങ്കിലും കാലത്തിൻ്റെ സാഹചര്യത്തിൽ ഇതിവിടെ വന്നു, ഇത് ഭംഗിയായി നടക്കട്ടെ എന്നേ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ ആ തരത്തിലല്ലാത്തൊരു സങ്കല്പത്തിലൊരു മുത്തശ്ശൻ വീട് എന്ന് വരുമ്പോൾ ആ മുത്തശ്ശൻ വീട്ടിൽ ഇത്തരം അവിടെ പാർക്കുന്നവരുടെ സമഗ്രമായ ആധ്യാത്മികവും സാംസ്കാരികവും ഭൗതികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം
ലഭിക്കുന്ന രീതിയിലേക്ക് അത് മാറുമ്പോൾ അത് തീർച്ചയായിട്ടും സമാജത്തിന് ദോഷമല്ല, മറിച്ച് അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ഒരു ജീവിത ശൈലിയിൽ അത് ആവശ്യമാണ് എന്നുള്ളതിന് സംശയമില്ല. പലപ്പോഴും പ്രഭാഷണങ്ങളിൽ നമ്മൾ വൃദ്ധസദനത്തിൻ്റെ ദോഷവശങ്ങളൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും എടുത്തു പറയാറുണ്ട്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ജീവിതത്തിൽ അണുകുടുംബ ജീവിതത്തിൽ 1-2 മക്കളായിരിക്കും ഒരു ഹിന്ദു സമൂഹത്തിനുണ്ടാവുക ഒരു കുടുംബത്തിൽ. ആ 2 മക്കളും അവരുടെ ജോലിക്ക് വേണ്ടി അമേരിക്കയിലും ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അച്ഛനും അമ്മയോടും സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവരുടെ ഭാവിയും അവർക്ക് പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ അവർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ അവിടേക്കൊരു പക്ഷേ അച്ഛനെയും അമ്മയെയും കൊണ്ടുപോകാൻ സാധിക്കാത്തൊരവസ്ഥയിൽ അവർക്ക് വിഷമമുണ്ട്, അച്ഛനെയും അമ്മയെയും നോക്കണമെന്ന്. സാഹചര്യം അനുവദിക്കാതിരിക്കുമ്പോൾ അവരെ ഏറ്റവും സന്തോഷകരമായി കഴിയുന്ന ഒരിടത്തിലേക്ക്, സുരക്ഷിതമായി കഴിയുന്ന ഒരിടത്തിലേക്ക് അവരെ ഏൽപ്പിക്കുകയും അതിനു വേണ്ട സംവിധാനം ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ അച്ഛനമ്മമാർ തയ്യാറാവണം എന്ന് പലപ്പോഴും നമ്മൾ പ്രഭാഷണ വേദിയിൽ പറയാറുണ്ട്. കാലം മാറി, ജീവിത സാഹചര്യങ്ങൾ മാറി, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. അപ്പോൾ അത് തെറ്റ് എന്ന് പറയാൻ സാധ്യമല്ല. ജീവിത സാഹചര്യങ്ങൾ അതാണ്, സാമൂഹിക സാഹചര്യം അതാണ്. അല്ലാതെ ഇരുട്ടിൻ്റെ മറവിൽ നൽക്കവലയിൽ അച്ഛനമ്മമാരെ വലിച്ചിഴച്ച് അവിടെ ഉപേക്ഷിച്ചു പോകുന്ന സംസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരമല്ല, സനാതനധർമ്മത്തിൻ്റെ സംസ്കാരമല്ല. അപ്പോൾ അത്തരം സംസ്കാരങ്ങളിൽ നിന്ന് അത്തരം സംസ്കാരങ്ങളിലേക്ക് നമ്മുടെ ഭാവി തലമുറ വഴുതി വീഴാതെ അവരെ ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങളും ധാരാളമായിട്ട് ഇവിടെ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ടും ആശ്രമം കേന്ദ്രീകരിച്ചുകൊണ്ടും അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമ്മുടെ പൂർവികരായ ഋഷിമാർ നമുക്ക് നൽകിയ സംസ്കാരത്തിൻ്റെ മുഖമുദ്രയും ആ ദീപശിഖയും തലമുറകളിലേക്ക് പകർന്നു കൊടുത്താൽ മാത്രമേ ആ ഒരു ദോഷവശത്തിലേക്ക് നമ്മുടെ സമാജം പോകാതെ നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ തരത്തിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകുവാനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുഗ്രാമത്തെ സുഗ്രാമമാക്കി മാറ്റുവാൻ ഒരു ക്ഷേത്രത്തിനും ആ ക്ഷേത്രത്തിന് കൃത്യമായ വീക്ഷണമുള്ള ഒരു ഭരണ സാരഥ്യവും ഉണ്ടായാൽ സാധിക്കുമെന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് സാന്ദീപനി ഈ അഞ്ചുമൂർത്തി ക്ഷേത്രവും സാന്ദീപനി സാധനാലയവും എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ക്ഷേത്രങ്ങൾക്കൊരു കുറവുമില്ല. ധാരാളം ക്ഷേത്രങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ക്ഷേത്രങ്ങളുടെ ധർമ്മം നിർവഹിച്ചാൽ ക്ഷയത്തിൽ നിന്ന് നമ്മളെ ത്രാടനം ചെയ്യുന്നതാണല്ലോ ക്ഷേത്രം. അത് ആത്യന്തികമായ മോക്ഷം എന്നുള്ള ക്ഷയം അവിടെ നിൽക്കട്ടെ, മോക്ഷം എന്നുള്ള തലത്തിലേക്ക് നിൽക്കട്ടെ. അതിനപ്പുറം സാമാജികമായ ദൃഷ്ടിയിൽ നമ്മുടെ സമൂഹത്തെ കോർത്ത് നിർത്തുവാനും സമാജത്തിൽ ദുഃഖിക്കുന്നവരെ വിഷമിക്കുന്നവരെ അവരുടെ കണ്ണീരൊപ്പുന്നൊരു കേന്ദ്രമായിട്ട് മാറ്റുവാനും നമുക്ക് ക്ഷേത്രങ്ങളെ സാധിക്കും. അപ്പോൾ ആ തരത്തിലും ധാരാളം സേവാ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. അതിനെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ ആ തരത്തിലേക്ക് മാറുകയാണെങ്കിൽ കേരളത്തിലെ സമാജത്തിന്, ഹിന്ദു സമൂഹത്തിനും തദ്വാര കേരളത്തിലെ കേരളീയ സമാജത്തിനും അത് വലിയൊരു താങ്ങും തണലുമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്തരം തരത്തിലേക്ക് നമ്മുടെ ക്ഷേത്രങ്ങളുടെ പ്രവർത്തന രീതി ഉത്ബോധനത്തിലൂടെയും നിയമപരമായിട്ടൊക്കെ മാറ്റുവാൻ സാധിക്കണം. അതിന് അധികാരികളായിട്ടുള്ളവരൊക്കെ ഇവിടെ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാതെ കേവലം വർഷത്തിലൊരിക്കൽ ലക്ഷക്കണക്കിന് രൂപ കരിമരുന്നും കരിയും ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിച്ചു തീർത്ത് ഉത്സവം കഴിഞ്ഞതോടുകൂടി പിന്നെ അടുത്ത വർഷം വീണ്ടും ഉത്സവത്തിന് പിരിവ് നടത്തുക എന്നുള്ളതല്ല, മറിച്ച് ഉത്സവമൊക്കെ ആവശ്യമാണ്. അതിനപ്പുറത്ത് ദൈനംദിനമായിട്ട് വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരും ഓടിയെത്തുന്ന ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ മാറണം. അവിടെ അതിനെ ഭരിക്കുന്നവരുടെ ആ പ്രവർത്തനം ആ രീതിയിൽ മാറുമ്പോൾ ക്ഷേത്രവും സമാജവും അഭേദ്യമായ ബന്ധം നിലനിർത്തുവാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും നാളെ നമ്മുടെ ക്ഷേത്രം നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. ഇന്നലെകളിൽ അതിൽ നിന്ന് നമ്മൾ വിടുതൽ വാങ്ങിയപ്പോഴാണ് നമ്മുടെ ഇന്നലെകളിൽ പ്രൗഢമായിരുന്ന ക്ഷേത്രങ്ങൾ ഇടക്കാലത്ത് അന്തിത്തിരി കത്തിക്കാൻ പോലും സാധിക്കാതെ ക്ഷയിച്ച് തളർന്നു കിടന്നത്. നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ 5 സ്തംഭങ്ങൾ ഉണ്ടായിരുന്ന 5 കൊടിമരങ്ങൾ ഉണ്ടായിരുന്ന പ്രൗഢമായൊരു ക്ഷേത്രമായിരുന്നു ഈ അഞ്ചുമൂർത്തി ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ. പക്ഷെ പിന്നീട് ആരും തിരിഞ്ഞു നോക്കാതെ പറയുന്നു ടിപ്പുവിൻ്റെ കുതിരകളെ കെട്ടിയ ആലയമായിരുന്നു ഈ പ്രദേശമെന്ന്. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി കാടുമൂടി കിടന്നപ്പോൾ ഒരു സമാജം തന്നെ ഇരുട്ട് ബാധിച്ചു. അവിടെയാണ് ഈശ്വര നിയോഗം എന്നതുപോലെ ശ്രീ ശ്യാമപ്രസാദ്ജിയും അതുപോലെ കുറേയധികം ഈ നാട്ടിലുള്ള ചില സന്മനസ്സുകളും ഒത്തുചേർന്ന് ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും അങ്ങനെ ഇന്ന് കാണുന്ന രീതിയിൽ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ സമാജത്തിൽ വെളിച്ചം ഉണ്ടാക്കുവാൻ ആധ്യാത്മികമായിട്ടും സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും കൂട്ടായ്മകളിലൂടെ വെളിച്ചമുണ്ടാക്കി കൊടുക്കുവാൻ ഈ ക്ഷേത്രത്തിന് സാധിക്കുന്നത്. അത് തുടർന്നും മുന്നോട്ട് പോകട്ടെ എന്ന് ഈ വൈകിയ വേളയിൽ മാത്രം പറഞ്ഞ് ദീർഘമായി ആയിട്ടുള്ളൊരു സംസാരത്തിന് മുതിരുന്നില്ല.
ഏതായാലും നമുക്ക് ഇന്ന് ആനന്ദബോസ് സാറിനെ ഇവിടെ ലഭിച്ചു. ഇതിനു മുൻപേ നമ്മുടെ കേരള ഗവർണറായ അർലേക്കർജി ഇവിടെ വന്നിരുന്നു. ഒട്ടനവധി മഹാന്മാർ ഇവിടെ വന്ന് ഈ മണ്ണിനെ ധന്യമാക്കിയിട്ടുണ്ട്. തുടർന്നും അത്തരം മഹാത്മാക്കളുടെ ആധ്യാത്മിക രംഗത്തും സാംസ്കാരിക രംഗത്തുമുള്ള മഹാത്മാക്കളുടെ സാന്നിധ്യം കൊണ്ട് ഈ മണ്ണ് ധന്യമാവട്ടെ, അതിന് ഗുരു പരമ്പരയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം. ആദരണീയനായ വെസ്റ്റ് ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദബോസ്ജി, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ശ്യാംജി, ശരസ്ജി, അധ്യക്ഷ പ്രിയപ്പെട്ട സോമേട്ടൻ, സ്വാമിജി, ശ്രീ പപ്പേട്ടൻ, അതുപോലെ വേദിയിലും സദസ്സിലും ഉള്ള എല്ലാ നല്ലവരായ ഈ ആശ്രമത്തിൻ്റെ സന്തതികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പല സമയങ്ങളിൽ ഒരു പക്ഷെ കേട്ട് കാണും, ഒരു മനുഷ്യൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാവുന്നില്ല. ബ്രഹ്മത്തെ എപ്പോഴാണോ അറിയുന്നത്, ഈശ്വരനെ അറിയുന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഒരാളും ജനിച്ചു വരുമ്പോൾ തന്ത്രിയാണെങ്കിൽ കൂടി ബ്രാഹ്മണനായിട്ടല്ല വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം. കാരണം അവരുടെ പ്രവൃത്തികൾ, അവരുടെ നന്മകൾ, അതുപോലെ വേദങ്ങൾ, പുരാണങ്ങൾ, അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ, ദൈവികമായിട്ടുള്ള അടുപ്പങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുന്ന ഒരു വ്യക്തിയിൽ ഏറ്റവും കരുണയും വാത്സല്യവും ഒക്കെ എവിടെയാണോ നിറഞ്ഞു നിൽക്കുന്നത്, അവിടെയാണ് ഈശ്വര സാന്നിധ്യമുള്ളത്. ആ ഈശ്വരനെ ആരാണോ അറിയുന്നത്, അത് ബ്രാഹ്മണൻ എന്നുകൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ ഒരു കർമ്മത്തിലൂടെ, തൻ്റെ പ്രവർത്തന മണ്ഡലത്തിലൂടെ ശരിയായ രീതിയിൽ, ശരിയായ രൂപത്തിൽ, ഭാവത്തിൽ, പ്രസംഗത്തിനേക്കാൾ ഉപരി കർമ്മത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ദൃക്സാക്ഷിയായിട്ടുള്ള ജീവിച്ചിരിക്കുന്നൊരു ഉദാഹരണമാണ് ശ്രീ ശ്യാംജി എന്ന് പറയുന്നതിൽ അതിശയോക്തികളായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെയധികം ജ്ഞാനത്തോടുകൂടി മറ്റുള്ളവരെ കരുണാർദ്രമായി നോക്കിക്കൊണ്ട്, വിഷമിക്കുന്നവൻ്റെ കണ്ണീര് തുടച്ചുകൊണ്ട്, നല്ല രീതിയിൽ ഒരു പ്രസ്ഥാനത്തിലൂടെ 5 മൂർത്തികളെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഗംഗയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരാൾക്ക് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരെ സേവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ഈശ്വരനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ളൊരു ഈശ്വര സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് ഈ 5 മൂർത്തി ക്ഷേത്രവും ഈ ഇന്ന് നടത്തിയിട്ടുള്ള ശിവദം മുത്തശ്ശൻ വീടിൻ്റെ ശിലാസ്ഥാപന കർമ്മവും. അത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 60കളിൽ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കാലത്തിൻ്റെ കുതിച്ച് ചാട്ടത്തിനനുസരിച്ചിട്ട്, നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച സ്വാമിജിയും അതുപോലെ ആനന്ദബോസ്ജിയും ഒക്കെ പറഞ്ഞ പോലെ തന്നെ, സർജിയൊക്കെ പറഞ്ഞ പോലെ തന്നെ, വയോധിക വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമൊന്നുമില്ല. അത് സ്വാമിജി പറഞ്ഞ പോലെ തന്നെ ആരുടെയും കുറ്റം കൊണ്ടും അല്ലാതെ. പക്ഷേ ഒരുപാട് കൂനുപോലെ മുളച്ചു വരുന്ന വൃദ്ധസദനങ്ങളെ ഒരു ബിസിനസ്സായി കൊണ്ടുപോകുന്ന വൃദ്ധസദനങ്ങളും ഉണ്ട് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അത്തരത്തിലുണ്ടാകുമ്പോൾ തന്നെ പൈസ ബാങ്കിൽ അടച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന മക്കളുമുണ്ട്. പക്ഷെ ഇവിടെ മക്കൾക്ക് തിരിച്ചറിവുണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വൃദ്ധസദനമല്ല, ഒരു കുടുംബമാണ് ഇവിടെ ഉണ്ടാകുന്നത്. പ്രാർത്ഥനയും ഭക്തിയും അതുപോലെ പൗരാണികമായ ചർച്ചകളും വേദങ്ങളെക്കുറിച്ചുള്ള അർത്ഥവത്തായ ചിന്തകളും അതുപോലെ ഉല്ലാസയാത്രകൾ എന്നിവരെക്കാൾ തീർത്ഥയാത്രകളും ദൈവത്തിൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ആ സമയത്തിലേക്കുള്ള നമ്മുടെ ഓരോ ദിവസവും നാമജപം കൊണ്ട് നമ്മൾ പൂർണ്ണമാക്കിക്കൊണ്ട് ആ ദൈവിക സന്നിധിയിലെത്താൻ ഇവിടെ എത്തിപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗീയമായ ആ അവസ്ഥ ഇവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് വേണം പറയാൻ. ഒരു പക്ഷേ ഇവിടെ ആക്കിപ്പോകുന്ന ചിലപ്പോൾ ഞാനാവട്ടെ, ഞാൻ എൻ്റെ മരണത്തിന് ശേഷവും ഇവിടെ കൃത്യമായി ക്രിയാദികൾ നടക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു വസ്ത്രമാണ് നമ്മുടെ ശരീരമെങ്കിലും ആത്മാവ് നശിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. പരമാത്മാവിൽ ലയിക്കുന്നവരെ മോക്ഷപ്രാപ്തി കിട്ടുന്നവരെയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലേക്കാൾ കൂടുതലായിട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു
ശിവദം വീടാണ് ഇവിടെ സങ്കല്പത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഏറ്റവും നല്ല കൈകളാൽ തന്നെ ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ ഈ 5 മൂർത്തികളുടെ സാന്നിധ്യമാണുള്ളത്. ആ 5 മൂർത്തികളെ ഒന്നിച്ച് ആവാഹിച്ചു മനസ്സിൽ ആവാഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ശാന്തി എന്ന് പറയുന്നതിൽ അതിലും അതിശയോക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് ചുക്കാൻ പിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ സന്തതികളായിട്ട് മാത്രം ഞാൻ കണ്ടുകൊണ്ട് ഇതൊരു ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത്, ഇവിടെ വരാൻ കഴിഞ്ഞത്, ഞാനും ഇതിലൊരു ദാസനായി ചേരാൻ എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടും മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഈ 5 മൂർത്തിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടും ഏറ്റവും നല്ലൊരു വേദിയായിട്ടും ഏറ്റവും കേരളത്തിലുള്ള ഇന്ത്യയിലെ ലോക ചരിത്രത്തിലെ തങ്കലിപികളാൽ കുറിക്കുന്ന ഒരു ക്ഷേത്രവും അതുപോലെ മുത്തശ്ശൻ വീടും എങ്ങനെയാണ് നാളത്തെ തലമുറ നോക്കിക്കാണേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു സങ്കല്പത്തോടു കൂടിയിട്ടുള്ള ഈ കർമ്മ പദ്ധതികൾ എന്നും നാൾക്ക് നാൾ അഭിവൃദ്ധിയാവട്ടെ. അതിന് ഈ 5 മൂർത്തികളോടും സാഷ്ടാംഗം പ്രവണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ശ്രീ ദണ്ഡപാണി സർ. ഇന്ന് ഇവിടെ എല്ലാവരും പശ്ചിമ ബംഗാൾ ഗവർണർ സരസമായ ഭാഷണത്തിലോടുകൂടി ശിലാന്യാസം നടത്തിയിട്ട് മടങ്ങിപ്പോയി. നല്ല പ്രഭാഷണമായിരുന്നു. ഞാൻ വെറും ഒരു ആശംസ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾക്ക് ഒരു ക്ഷേത്രധർമ്മം എന്താണെന്ന് ഇവിടെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് കാണിച്ചു തരുന്ന ഒന്നാണ് ഇവിടെ നടന്ന ഈ ചടങ്ങ്. പല ക്ഷേത്രങ്ങളും ഉത്സവവും കരിമരുന്നും ആനയുമായിട്ട് നടക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൽ നിന്നൊരു വലിയൊരു സന്ദേശമാണ് സമാജത്തിലേക്ക് കിട്ടുന്നത്. പ്രഭാഷണങ്ങൾ പലതും നല്ലതാണെന്ന് നിങ്ങൾ പറഞ്ഞ് കൈയടിച്ചിട്ട് പോകരുത്. കൈയടിയല്ല വേണ്ടത്, കർമ്മനിരതരായിരിക്കണം. നമുക്ക് വലിയൊരു ബാധ്യതയാണ് ആനിക്കോടുകാർക്കും നമ്മുടെ ഈ സമാജത്തിനും പാലക്കാട് സമാജത്തിനും വന്നിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ നാളെ നമ്മൾ ഓരോരുത്തരും ചിലപ്പോൾ അന്തേവാസികളാകും. ആ സമയത്ത് ഇവിടെ താമസിക്കാൻ ആധ്യാത്മിക അന്തരീക്ഷത്തിൽ നമുക്ക് ജീവിത അവസാന നിമിഷം വരെ ചിലപ്പോൾ കഴിയേണ്ടി വരും. അത് പടുത്തുയർത്താൻ നമ്മളകമഴിഞ്ഞുള്ള സഹകരണങ്ങളാണ് ഇനി കൊടുക്കേണ്ടത്. അപ്പോൾ കർത്തവ്യത്തിലേക്ക് ഇനി മാറേണ്ട സമയമാണ്. എല്ലാവരും കർമ്മനിരതരായി ശ്യാമപ്രസാദ് മാൻ്റെ തലയിൽ മാത്രം വയ്ക്കാതെ ഒരു വ്യക്തിയല്ല മുഴുവൻ സമാജമായിരിക്കണം ഈ ക്ഷേത്രത്തിലെ മുത്തശ്ശൻ വീട് നടത്തേണ്ടത് എന്ന് തിരിച്ചറിവാണ് വേണ്ടത്. അതിന് നമുക്ക് എല്ലാവർക്കും സൽബുദ്ധി ഉണ്ടാകട്ടെ. അനവധി ആളുകൾ പല ഭാഗത്തുനിന്ന് അന്ത്യോഷ്ടി കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ആ അന്ത്യോഷ്ടി കർമ്മം ചെയ്തു പോകുമ്പോൾ പിതൃവിൻ്റെ പേരിൽ ഒരു റൂം സ്പോൺസർ ചെയ്യുക. അത്തരത്തിൽ ഓരോ വ്യക്തികളെയും നമ്മൾ സമീപിക്കണം, ലജ്ജ കൂടാതെ സമീപിക്കണം, യാചിക്കണം. അങ്ങനെ ഈ മുത്തശ്ശൻ വീട് 1 കൊല്ലം കൊണ്ട് നമുക്ക് പടുത്തുയർത്താൻ സാധിക്കണം. അത് സാധിക്കുമാറാകട്ടെ. എല്ലാ ദൈവങ്ങളുടെയും 5 മൂർത്തി ദേവന്മാരുടെയും അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. വളരെ നന്ദി സർ. ശിവദാസ് അമ്മയെ നമ്മുടെ സ്വാമിജി ദേവാനന്ദപുരി ആദരിക്കുന്നു. നമുക്കെല്ലാം മാതൃകയാണ് ഈ അമ്മയുടെ ഈ കർമ്മം. അമ്മയെ സ്നേഹപൂർവ്വം ആദരിക്കുന്നു. വളരെ മഹത്തായ ഒരു കർമ്മത്തിന് നമ്മളെല്ലാവരും ഇന്ന് സാക്ഷിയായി. ഈ ശിവദം മുത്തശ്ശൻ വീട് എന്ന ഒരു സങ്കല്പം ബഹുമാനപ്പെട്ട ഗവർണർ സൂചിപ്പിച്ചതുപോലെ വൃദ്ധസദനമല്ല, മുത്തശ്ശൻ വീട്. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അതിനോടൊരു സ്നേഹം, ഒരു ദയ, ഒരു കാരുണ്യം, ഒരു ത്യാഗം, അങ്ങനെ പല വാക്കുകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അത്തരത്തിലുള്ള ഒരു ശിവദം വീശിന് അർഹമായ കൈകൾ കൊണ്ടാണ്. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ദാനം കൊടുക്കുന്ന സമയത്തും വാങ്ങുന്ന സമയത്തും അർഹമായ കൈകൾക്കാണ് കൊടുക്കേണ്ടത് എന്ന്. അർഹമായ കൈകളാണ് ഇന്ന് ഈ ശിലാസ്ഥാപനം നിർവഹിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗവർണറെ പോലുള്ള ഒരാൾ പശ്ചിമ ബംഗാൾ ഗവർണർ എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം വഹിച്ചിട്ടുള്ള നിരവധി സ്തുത്യർഹമായ പദവികളാണ്.
ആ പദവികൾ വഹിച്ച ഒരു മഹാനായ ഒരു വ്യക്തി നമ്മുടെ ഈ മുത്തശ്ശൻ വീടിന് ശിലാസ്ഥാപനം നിർവഹിക്കാൻ കിട്ടുക. ഞങ്ങൾ ബംഗാൾ ഗവർണറായിട്ട് അദ്ദേഹം ചാർജ് എടുത്തപ്പോൾ തന്നെ ആലോചിച്ചതായിരുന്നു ഈ പരിപാടിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാൻ പറ്റുക എന്ന് 2 വർഷം മുമ്പ് ആലോചിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ചില മാർഗങ്ങളൊക്കെ അന്ന് അന്വേഷിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഇപ്പോൾ നമുക്ക് അവിചാരിതമായിട്ടാണ്, തീർച്ചയായിട്ടും യാതൊരു പ്രതീക്ഷിക്കാതെ ഒരു 6-7 ദിവസം മാത്രമാണ് ഈ ഒരു പരിപാടിക്ക് മുമ്പാണ് അദ്ദേഹം ഈ പരിപാടിക്ക് വരുന്നു, നമ്മളൊരു പരിപാടി നടത്താൻ പോകുന്നു എന്നുള്ള പെട്ടെന്നാണ് എല്ലാം നിശ്ചയിച്ചതും നടന്നതും. അതുപോലെ എല്ലാം ഈ കാര്യങ്ങൾ ശുഭസ്യ ശീഘ്രം എന്ന് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം കൊണ്ട് 5 മൂർത്തികളുടെയും അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത ആദരണീയ ഗവർണർ ശ്രീ CV ആനന്ദ ബോസ്, ഇതിൻ്റെ ഫൗണ്ടർ ട്രസ്റ്റി ശ്രീ ഡോക്ടർ ശ്യാം പ്രസാദ്, പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ആധ്യാത്മിക പ്രഭാഷകൻ ശ്രീ ശരത് ഹരിദാസ്, അതുപോലെ തന്നെ സ്വാമി ദേവാനന്ദപുരി, M ദണ്ഡപാണി, VK സോമസുന്ദരൻ, PK സുന്ദരൻ തുടങ്ങി ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഈ പരിപാടി ഭംഗിയാക്കി വിജയിപ്പിച്ച എല്ലാ നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇവിടെ മനസ്സുകൊണ്ട് വന്നിട്ടുള്ള വരാൻ പറ്റാതിരുന്ന ആളുകൾ മനസ്സുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും. അവർക്കെല്ലാവർക്കും ഈശ്വരൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഏവർക്കും നന്ദി പറയേണ്ട കാര്യമില്ല. നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു മഹാവ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വേദിയിൽ നമുക്ക് വേണോട്ടൻ്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം. കാരണം ആഗ്നേയം 2026 മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഭഗവാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും ബുദ്ധിയിലും അത് തെളിഞ്ഞ് അതിനെ സ്വരൂപിക്കുന്ന ഒരു പ്രവർത്തനം. അതിൽ കഴിഞ്ഞ ദിവസം സ്വാഗതസംഘം രൂപീകരിക്കുന്ന സമയത്ത് കനകധാര സ്തോത്രത്തിൻ്റെ 4 വരിയാണ് അദ്ദേഹം ചൊല്ലിത്തുടങ്ങിയത്. അപ്പോൾ ആ യജ്ഞവേദിയിൽ തന്നെ നമ്മൾ തീരുമാനിച്ചു 1000 പേര് ഒരുമിച്ചിരുന്ന് കനകധാര സ്തോത്രം ചൊല്ലുന്ന ആ യജ്ഞമായിട്ട് അതിനെ വിജയിപ്പിക്കണം. നമ്മൾ ഓരോരുത്തരും അതിലുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കിടക്കാം. മാടവന വേണു നമ്പൂതിരി, പാലക്കാട് പെരുമുമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. എൻ്റെ സ്വദേശം മാള അന്നമനയുടെയാണ്. ഞാൻ താമസിക്കുന്നത് പാലക്കാട് കൊടുമ്പ് കല്ലിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. 1982 മുതൽ തന്ത്രവിദ്യാപീഠം കുലപതിയായിരുന്ന ശാസ്ത്രശർമ്മ നമ്പൂതിരിപ്പാടിൻ്റെ ശിഷ്യനാണ്. നമ്മുടെ മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതീയ സംസ്കാരങ്ങളിൽ പല കാര്യങ്ങളിലും അതിനെ പൂജാവിധികളിലൂടെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ 2007 എൻ്റെ ഗുരുനാഥൻ ബോംബെ ഐരോളി അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഒരു ശൈവ വൈഷ്ണവ ശാക്തേയ മഹായാഗം നടത്തി. അതിനുശേഷം അദ്ദേഹം എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് കേരളത്തിലൊന്ന് സംഘടിപ്പിക്കുക എന്ന് കുറേ പറഞ്ഞിട്ടുണ്ട്, സാധിച്ചിട്ടില്ല. 2 വർഷം മുമ്പ് അദ്ദേഹം ഭഗവത്പാദം പോയി. ഇപ്പോഴാണ് അതിനൊരു നിയോഗം വന്നത്. അപ്പോൾ നമ്മുടെ ഭാരത സംസ്കാരം, നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ ഭാരതീയ സംസ്കാരത്തിനെ കൂടുതൽ ശക്തിവക്താക്കുന്നതിനും സനാതനധർമ്മത്തെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന പൂജാപ്രവർത്തികളിലൂടെ ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യാം എന്നുള്ളതിൽ ഉദിച്ചൊരാശയമാണ് ഞങ്ങൾക്ക് ഈ ശൈവ വൈഷ്ണവ ശാക്തേയ മഹായാഗം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ശ്യാംജിയായിട്ട് ബന്ധപ്പെട്ടു. ശ്യാംജി വന്നിരുന്നു. ഞങ്ങളുടെ ഉപദേശക സമിതിയിൽ പ്രധാനിയായിട്ട് ശ്യാംജി ഉണ്ട്. അതേപോലെ ആരെയൊക്കെ കാണണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചോ അവരെയൊക്കെ ഇന്നിപ്പോൾ ഈ വേദിയിൽ കാണാൻ ഞങ്ങൾക്കൊരു സന്ദർഭം കിട്ടി. പ്രത്യേകിച്ച് ശരത്തിനെയൊക്കെ ഞാൻ 2 വർഷം മുമ്പ് കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും ഇപ്പോഴാണ് കാണുന്നത്. 2 വർഷമായില്ലേ? 2 വർഷം മുമ്പ് കണ്ടാണ്. അതേപോലെ ഇദ്ദേഹം ഒരു 5-6 വർഷം മുമ്പ് എൻ്റെ ഭവനത്തിൽ വരുന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മറന്നു, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം വന്നിരുന്നു. ആ പരിചയം ഒന്ന് പുതുക്കാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് ഭാഗ്യം സിദ്ധിച്ചൊരു ദിവസമാണ്. ഞങ്ങളുടെ യാഗത്തിന് ഭഗവാന്റെ പരിപൂർണ പിന്തുണ ഉണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടൊരു ദിവസം കൂടിയാണെന്ന്. ഞങ്ങളുടെ യാഗ കമ്മിറ്റിയിലെ ഒരുവിധം എല്ലാവരും വന്നിട്ടുണ്ട്. ചിലർക്ക് ചില തടസ്സങ്ങളുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇങ്ങനൊരു സദസ്സിൽ വരാൻ സാധിച്ചതും
ഇവിടെ ഇങ്ങനെ ഒരു വേദി തന്നതിലും വളരെയധികം സന്തോഷം. ഏപ്രിൽ 30, മെയ് 1, 2, 3 എന്നുള്ള തീയതികളിലാണ് യാഗം നടത്തുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങൾക്ക് ഈ യാഗത്തിനുണ്ടാവണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.